അതുപോലെ ആസ് എ ക്രിയേറ്റർ നിങ്ങളുടെ ചാനൽ തന്നെ ഗവൺമെൻറ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അതുപോലെ നിങ്ങൾക്കും ഈ നിയമ നടപടിയിലൂടെ കടന്നു പോകേണ്ടിയും വരും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു നിയമമാണിത്. ഈ നിയമം എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പാലിച്ചേ പറ്റത്തുള്ളൂ. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ നിയമത്തിൻ്റെ പേര് 3 hour റൂൾ എന്നാണ്. ഇത് ഈ വരുന്ന ഫെബ്രുവരി 20 മുതൽ തന്നെ നിലവിൽ വരികയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നാൾ മുമ്പ് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതല്ലെങ്കിൽ മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വീഡിയോസ് ഇടുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനായിട്ട് ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവന്നിരുന്നു. ഇതിൻ്റെ പേര് 36 hour റൂൾ എന്നായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി 3 hour റൂൾ എന്ന പേരിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായി AI ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്കും പ്രശ്നമുണ്ടാകും, നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ഇത് ഇടുന്നത്, അതായത് യൂട്യൂബിലാണ് ഇടുന്നതെങ്കിൽ യൂട്യൂബും റെസ്പോൺസിബിൾ ആയിരിക്കും, യൂട്യൂബിനെയും ഇത് ബാധിക്കും. അതായത് ഈ വരുന്ന ഫെബ്രുവരി 20 മുതൽ നിങ്ങൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഈ വീഡിയോ ശരിയല്ല, ഈ വീഡിയോ ഇല്ലീഗലാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെന്ന് ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിന് നോട്ടിഫിക്കേഷൻ അയക്കും. അതായത് യൂട്യൂബിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ യൂട്യൂബിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ നോട്ടിഫിക്കേഷൻ കിട്ടി 3 മണിക്കൂറിനുള്ളിൽ യൂട്യൂബിന് നിങ്ങളുടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. അതായത് നേരത്തെ ഇത് 36 മണിക്കൂർ സമയം ഉണ്ടായിരുന്നതാണ്. അതിനെ വെട്ടിച്ചുരുക്കി ഇപ്പം 3 മണിക്കൂറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഇവിടെ ക്രിയേറ്റേഴ്സ് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇനി മുതൽ നിങ്ങൾ AI ഉപയോഗിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ AI ലേബൽ കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോസ് ഇടുന്നതെങ്കിൽ യൂട്യൂബിൽ ഇതിനെ അൾട്ടേർഡ് കണ്ടന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അൾട്ടേർഡ് കണ്ടന്റിനെ കുറിച്ച് യൂട്യൂബിന് അതിൻ്റേതായ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ ഡെഫിനിഷൻ യൂട്യൂബ് എന്താണോ പറയുന്നത് അത് നമുക്കിനി മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഇനി മുതൽ നമ്മൾ ഗവൺമെൻറ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് AI ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ നിങ്ങളിൽ ചിലർ ചോദിച്ചെന്ന് വരാം, നിങ്ങൾ ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് AI ഉപയോഗിച്ചാലോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയെ എഡിറ്റ് ചെയ്യാനായിട്ട് AI ഉപയോഗിച്ചാലോ അവിടെ നിങ്ങൾക്ക് ഈ അൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുക്കണോ, AI ലേബൽ കൊടുക്കണോ? ഒരിക്കലും വേണ്ട. നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് AI ഉപയോഗിച്ചാലോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ, നിങ്ങളുടെ സ്വന്തം വീഡിയോയെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ AI ഉപയോഗിച്ചാലോ ഇവിടെ നിങ്ങൾക്ക് AI ലേബൽ കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ AI ഉപയോഗിച്ചാണെങ്കിൽ, അതായത് ഇല്ലാത്ത ഒരു സംഭവത്തെ നിങ്ങൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിവിടെ AI ലേബൽ കൊടുത്തിരിക്കണം. അൾട്ടേർഡ് കണ്ടന്റ് നിങ്ങൾ യെസ് തന്നെ കൊടുത്തിരിക്കണം. ഗവൺമെൻറ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ വരുന്ന ഫെബ്രുവരി 20 മുതൽ നിങ്ങൾ ഈ നിയമം പാലിച്ചില്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ നിങ്ങൾക്കും പ്രശ്നമുണ്ടാകും. അതുപോലെ നിങ്ങളിത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ ഇടുന്നത്, അതായത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിനും പ്രശ്നമുണ്ടാകും. അതായത് അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി അവർ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അവർക്കെതിരെ ഗവൺമെൻറ് നിയമ നടപടി എടുക്കും. അതുപോലെ ആസ് എ ക്രിയേറ്റർ നിങ്ങളുടെ ചാനൽ തന്നെ ഗവൺമെൻറ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അതുപോലെ നിങ്ങൾക്കും ഈ നിയമ നടപടിയിലൂടെ കടന്നു പോകേണ്ടിയും വരും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ AI ഉപയോഗിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ അതിന് AI ലേബൽ കൊടുക്കുക. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ ഇടുന്നതെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അൾട്ടേർഡ് കണ്ടന്റ് യെസ് തന്നെ കൊടുക്കുക. ഇത് കഴിഞ്ഞ ദിവസം ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ഇത് ഫെബ്രുവരി 20 മുതൽ തന്നെ നിലവിൽ വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ AI വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ നിയമം പാലിച്ച് വേണം ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.